മഹേട്ടാ, മഹേട്ടന്ന് ഡിഷാനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇയാൾ അതിന്റെ പാർട്ടിയാ. അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി. നമ്മൾ വെക്കണേക്കും അങ്ങനെ വേറെ ആരോട് വെക്കണ്ട. അത് ഞാൻ കൈയോടി കൂടി കൊണ്ടുവന്ന. ചാർജ് വളരെ കുറവാ. എത്രയാവും? 10,000 രൂപ ഉള്ളൂ സാർ. ഓഹോ, 10,000 രൂപ ഉള്ളോ? അത്രേ ഉള്ളൂ. 10,000 രൂപ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളയെ മേടിച്ച് കിട്ടും. കാളയുടെ വാലി പിടിച്ച് തിരിച്ച സൺ ടിവി സ്റ്റാർ ടിവിയും കിട്ടോ? കാളയുടെ തിരിച്ചാ കിട്ടും. എന്താ നോക്കണേ? ഞാൻ ഈ ഡിഷാനെ എവിടെ വെക്കാമെന്ന് നോക്കുകയായിരുന്നു. ഡിഷാൻഡർ നമുക്ക് എവിടെയും വെക്കാം. നീ ഞങ്ങൾക്കിട്ട് വെക്കായിരുന്നാ മതി. ചാർജ് എത്രയാവും? ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. രണ്ടു കൂട്ടർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. വേണ്ട, സാർ തന്നെ എമൗണ്ട് പറഞ്ഞോളൂ. ഹിന്ദി സിനിമ ഉണ്ടാവോ? പഴയ പടങ്ങൾ? പിന്നെ ഹിന്ദി പടം, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, വള്ളംകളി, ക്രിക്കറ്റ് കളി, പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ മുട്ടച്ചിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും. അതെ സാർ, അപ്പൂപ്പ വരെ സപ്പോർട്ടാണ്. ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടി വി വെക്കാനും ആന്റിന ഫിക്സ് ചെയ്യാനും വയർ വലിക്കാനും ഒക്കെയുള്ള പൊസിഷൻസ് എനിക്ക് നോക്കാമായിരുന്നു. താങ്ക് യു സാർ. ഹലോ ആന്റിന, ടി വി ഇവിടെ. ഓ, അവിടെയാണല്ലേ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല ടി വി. ഇവനെന്ത് ടി വി ആണ പെണ്ണാണോ നോക്കാം? അയ്യോ, എന്ത്? അല്ല, ഈ കേബിള് അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തില് നോക്കനിയാ. ആന്റീന ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ സാറിന്റെ സിസ്റ്ററാ? ഏതാ മുടി നരച്ച തള്ളയാ? അയ്യോ, അതല്ല, അടുത്തിരിക്കണ കോഴി. കോഴി എന്റെ സിസ്റ്റർ ആണോന്നാ? അയ്യോ, കോഴിയല്ല, കോഴിക്ക് തീറ്റ കൊടുക്കണ. തീറ്റയിട്ട് കൊടുക്കുന്ന നല്ല സുന്ദരി, നല്ല ചിരി, നല്ല കണ്ണ്, മുടിയൊക്കെ പിന്നിട്ട്. അവളെ നിനക്ക് ഇഷ്ടമായ? അയ്യോ സാർ, ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല. അവളെ നിനക്ക് കെട്ടിച്ചേരടാ? അയ്യോ, എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരടാ? അയ്യോ സാർ, ഞാൻ ആ ടൈപ്പ് അല്ല. അയ്യോ, പിന്നെ നീ ഏത് ടൈപ്പാടാ? അല്ല സാർ, ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും. അപ്പൊ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടല്ലേ? ലക്ഷ്മണ, മറ്റവന്റെ മഹിട്ടാ നിന്നെ താങ്കളുടെ തിരിക്കടുത്തും ദേ കിടക്കണതും കാശ്മലൻ. ഇവിടെ അടുത്തൊരു ഡിഷാനെ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. ഞങ്ങളാ നടത്തി കൊടുത്തത്. അതുപോലെ നിനക്ക് നടത്തി തരാമോ? സ്ത്രീധനായിട്ട് എന്തോ കൊടുത്തെന്ന് നിനക്കറിയാമോ? നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ, അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോണോന്ന് ഇങ്ങനെ അടിക്കുക. പറയണ്ട മഹിട്ടാ, അങ്ങനെ പോടാ. അങ്ങോട്ട് പോകൂലാണ്. എന്താ എന്തു പറ്റി? കണ്ണിലെന്തോ നോക്കട്ടെ. ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാൻ എന്നെ തിന്നോ? ഇവിടെ ഇരുന്നാ? ചേച്ചി മീൻ വറുത്തൊന്നുമില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ വാട്ടം? ഒന്നുമില്ല. ഊണ് കഴിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്തയേ ഇല്ല. അതാർക്കടപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കുണ്ട് മാറ്റം. എനിക്ക് എന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്റെ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്ന മഹിയേട്ടൻ വെറുതെ നിന്ന് നടക്കണത്. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത് കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ. മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്. ചീത്തപ്പേരുണ്ടാവാ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ച് പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരോഗ്യമില്ലാത്തൊരു അനാഥ കുട്ടി. അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടിച്ചാടി നടക്കണം. നമുക്കൊരു രസല്ലേ? അല്ലേ കമലെടുത്തി? നീ ആ മീൻ വറുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത് ഇല്ലാതെ ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ച് ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിട്ട് പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു.
അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്. കമലെടുത്തി മീൻ വറുത്ത് എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹേടിനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹേടിന്റെ ഭാഗത്തുനിന്നുണ്ടായാ ഞാൻ സഹിച്ചോളാം. കമലെടുത്തി മീൻ വറുത്ത് വേണ്ട. പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്ത് വേണമെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്ത് ഇല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങ എന്റെ അച്ഛൻ തിന്നു. എന്താ കുട്ടിയെ ഇതിനെ ഞെട്ടിയത്? ഒന്നുമില്ല. എന്താ കള്ളം കാണിക്കണ പോലെ ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല ചേച്ചി. ഇങ്ങോട്ട് തരൂ. വേണ്ട, ആ ചേച്ചി കാണണ്ട. എന്താ കണ്ടാല്? ലവ് ലെറ്റർ ഒന്നും അല്ലല്ലോ. നോക്കട്ടെ. അല്ല ചേച്ചി കണ്ട ശരിയാവില്ല. നോക്കട്ടെ കുട്ടി. അത് നോക്കട്ടെ. അത് പിന്നെ പ്രിയപ്പെട്ട മഹേട്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം മഹേട്ടിനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഈ കത്തെഴുതുന്നത്. കുറെ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായാലോ. പറയാൻ വേണ്ടി മഹേട്ടിന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ കയ്യും കാലും വിറയ്ക്കുന്നു. എന്നെ കളിയാക്കിയാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ. അതുകൊണ്ടാ ഒടുക്കെ എഴുതി തരാന്ന് വെച്ചത്. ബാക്കി കൂടെ എഴുതി വേഗം, എന്നിട്ട് കൂടെ കൊടുക്ക്. ചേച്ചി ഞാൻ വന്ന് കേറിപ്പോ പോലെ ഞാൻ കരുതിയതാ ഇതെങ്ങനെ അവസാനിക്കുന്നു. കാണിച്ചു തരാൻ ഞാൻ. എന്താടി, എന്തിനാ നീ ഇവിടെ അടിച്ചത്? ചോദിച്ചിട്ടില്ല എന്തിനാ അടിച്ചതെന്ന്. മഹേട്ടാ, കുറച്ച് കൂടണ്ട് നിന്റെ അഹങ്കാരം. എനിക്ക് തൃപ്തിയായി. ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഓഹോ, ഇനിയിപ്പോ ഇതും കൂടി ഉണ്ടോ? പിണങ്ങി പോക്ക്. ഞാനിനി ഇവിടെ നിൽക്കണോ? രണ്ടുപേരുടെ ആവശ്യമുണ്ടോ ഇവിടെ? നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ഇവിടെ? ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നില്ല എനിക്ക്. അത് ശരിയായി. എന്ത് ശരിയായെന്ന്? എടി, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനും ലക്ഷ്മണനും വെറുതെ ഓരോ തമാശ കാണിച്ചൊന്നല്ലാണ്ട് അവളെ നിന്നെയും എനിക്ക് മാറിപ്പോന്ന് കരുതണ്ടോ നീയെ? മഹേട്ടിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. മഹേട്ടിന് തരാൻ. ദാ. ഇപ്പൊ ബോധ്യയില്ലേ? അനാഥ കുട്ടിയാണ്, പാവാണെന്നൊക്കെയുള്ള സഹതാപല്ലേ. ആ പാവക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് മഹേട്ട. ഞാനൊരു ശല്യമായിട്ട് നിൽക്കണില്ല ഇവിടെ. ഇത്രയും കാലം ആശിച്ചതൊക്കെ വെറുതെയാണെന്ന് കരുതിക്കൊള്ളാം ഞാൻ. മുത്തശ്ശിക്കും മുത്തശ്ശനും എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പോവാ. നീ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്റെ സ്ഥാനത്ത് നിന്ന് ആ കുട്ടി നോക്കിക്കോളൂ. അല്ല, ഇതെന്താ കഥ? ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്തു പറ്റി ബാഗൊക്കെ ആയിട്ട്? എന്താ കുട്ടി നീ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. അവിടെ എന്തെങ്കിലും വഴക്കോ കൂട്ടോ ഉണ്ടാക്കിയോ? ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. അച്ഛൻ പോയിട്ട് വന്നോളൂ. ഞാൻ നാണിയമ്മയും കുട്ടികളെയും വിളിച്ച് കിടത്തിക്കോളാം. മഹിയോട് പിണങ്ങി അല്ലേ? എനിക്ക് തോന്നി ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല രണ്ടിനും. നിന്നെ ഓരോന്ന് പറഞ്ഞ് ശുണ്ടി പിടിപ്പിക്കാൻ അവനും, അത് കേട്ട് തുള്ളൻ നീയും. വാ, ഞാൻ കൊണ്ടാക്കാം. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഞാൻ ഇനി പോണില്ല അങ്ങോട്ട്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ മഹേട്ടിന് ഇങ്ങനെയൊന്നും കാട്ടില്ല. മഹേട്ടിന് പെണ്ണെക്കാളും പ്രിയം ആ പെണ്ണോടാ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കണേ? അച്ഛനെ താക്കോലും കിട്ടുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം അച്ഛൻ്റെ കൂടെ കോയമ്പത്തൂർക്ക്. ആ, അത് ആലോചിക്കാം. ഏതായാലും നീ പോയി ആ ബാഗ് എടുത്ത് അകത്ത് വയ്ക്കും. എന്നിട്ട് അച്ഛന് നല്ലൊരു ചായ ഉണ്ടാക്കി താ. തേയിലയും പഞ്ചസാരയും അടുക്കളയിൽ കാണും. ഇനി ഏതായാലും മഹി ഇങ്ങോട്ട് വന്നിട്ട് പോകാം. ഇങ്ങോട്ട് വരട്ടെ. ഉമ്മറത്തേക്ക് ഏറ്റില്ലേ ഞാൻ. ഇത് എന്റെ വീടാ. എനിക്കുണ്ട് അല്പ അഭിമാനം. ആ ചെല്ല്. എന്നാലും ആ കുട്ടി
അതിനെന്താടാ അങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ ആ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല അതിനോട്. എന്റെ മഹേട്ടാ, ഈ പെണ്ണുങ്ങളെ മനസ്സെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെ പോലെയാ. എപ്പ വേണേലും എങ്ങോട്ട് വേണേലും കാലു മാറാം. ഒക്കത്തിനും കാരണം നീയാ. ആവശ്യമില്ലാത്ത കെണിയൊക്കെ ആ ഭാമയെ പറഞ്ഞു പിടിപ്പിച്ച് അതറിഞ്ഞ് ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ആഹാ, മൂപ്പിലമ്മയ്ക്ക് കുശുമ്പ് കാരണം കാണാൻ നല്ല രസാണ്, നമുക്കൊന്ന് മൂപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാൻ ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിൽ മറക്കില്ലേ? ഛേ, ആകെ ചളവായി. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്ത് കരുതിയിട്ടുണ്ടാവുമോ? എങ്കിലും അവൾക്ക് എന്നെ മനസ്സിലായില്ലോടാ. എടാ, ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ അവള്. കുട്ടിക്കാലം തൊട്ട് അറിയണതല്ലേ എന്നെ. എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് കരുതണ്ടോ നീ? പിന്നെ അത് പ്രകടിപ്പിക്കുന്നത് വെറുതെ ചുണ്ടി പിടിപ്പിച്ചും പോത്തേന്ന് വിളിച്ചാണെന്ന് മാത്രം. എനിക്കങ്ങനെ പറ്റൂ. മഹേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴത്തെ ചൂടൊന്ന് അടങ്ങിയാ ബാമേച്ചി തിരിച്ചു വരും. ഓന്തോടി എവിടെ വരെ ഓടും ചേട്ടാ, വേലി വരെ. മഹേട്ടനെ കാണാതെ ബാമേച്ചിക്ക് ഉറങ്ങാൻ പറ്റോ? ഈ ടെൻഷൻ അവിടെയും കാണില്ലേ? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. ഇനി ഞാനിവിടെ നിൽക്കണില്ല. ഓഹോ, ഈയാക്കും പോണോ? എങ്ങോട്ട് പോണേ രാത്രിയില്? നേരം വെളുത്തിട്ട്. എങ്ങോട്ട്? എനിക്കറിയില്ല. ഞാൻ കാരണമല്ല ചേച്ചി പോയത്. ഒക്കെ എന്റെ ബുദ്ധിയില്ലായ്മയാ. നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മഹേട്ടനോട്. പറയണമെന്ന് വിചാരിച്ചതാ, പേടിച്ചിട്ടാ. ബാമേച്ചി തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നുമില്ല. മഹേട്ടനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ വിചാരിച്ച ഒരു ദൈവം പൊറുക്കൂല എന്നോട്. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ എഴുതിയത്? ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ഞാനിന്ന് ലക്ഷ്മണേട്ടന്റെ കൈ തന്നില്ലേ, അതിന് മറുപടി കണ്ടില്ല. കത്ത് അവിടെ കിട്ടിയില്ലെങ്കിൽ എന്നെ പറ്റി വിവരമൊന്നും അറിയാതെ കിച്ചാമണി വിഷമിക്കുന്നുണ്ടാവും. കിച്ചാമണി? അതാരാ? കൃഷ്ണൻ. ഇത്രയും ദിവസം മഹേട്ടനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ കൃഷ്ണനെ പറ്റി പറഞ്ഞില്ല. പിന്നെ തോന്നി ഒക്കെ എഴുതി മഹേട്ടന്റെ കയ്യിൽ തന്നാലോന്ന്. അത് ഇത്രയും പ്രശ്നമാവെന്ന് കരുതിയില്ല ഞാൻ. മോളുടെ ആരായി കൃഷ്ണൻ? കിച്ചാമണി? അത് പറ. ഞങ്ങളുടെ നാട്ടിലുള്ളതാ, വീടിനടുത്ത്. അപ്പൂപ്പന്റെ ഒപ്പം പണ്ട് കടം വായിച്ചിരുന്ന ഗണേശയ്യരുടെ മോനാ. അപ്പൂപ്പന് എനിക്കും വലിയ സഹായിയായിരുന്നു. വലിയ ഇഷ്ടായിരുന്നു അപ്പൂപ്പന്. ഞങ്ങളുടെ കല്യാണം നടന്നു കാണണമെന്ന് അപ്പൂപ്പന് മോഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കിച്ചാമണി ഇപ്പൊ എവിടെ? ആ സുബ്രഹ്മണ്യം ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ ചെല്ലും കിച്ചന്റെ അടുത്ത്, എന്റെ പേരും പറഞ്ഞ്. സഹിക്കാണ്ടായപ്പോ ഒരു ദിവസം അപ്പൂപ്പനെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാൻ പറഞ്ഞത്. കോയമ്പത്തൂരിൽ ഏതോ മില്ലിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഒരു കത്ത് വന്നു. പിന്നെ ഒന്നും അറിയില്ല. ഒരു കൊടുങ്കാറ്റ് അടിച്ചു തീർന്ന പോലെ ഉണ്ടല്ലോ മഹേട്ടാ. നിന്നെ ഞാനിപ്പോ എന്താ വേണ്ടേ? ഒരൊറ്റ വീക്ക് വെച്ച് തന്നുണ്ടല്ലോ, കത്തെഴുത്തും പ്രേമവും. പോയി കിടന്നുറങ്ങ്, പോയി കിടന്നുറങ്ങടേ. പോയിക്കോ. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് നീങ്ങിക്ക. എന്നാലും ഈ കാന്താരി നമ്മളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മഹി, നീ പോയി ബാമയോട് വിവരം പറഞ്ഞു കൂട്ടിയിട്ട് വരിക. അവളെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വേണ്ട, എന്നെ വിശ്വാസമില്ലാണ്ട് ഇറങ്ങിപ്പോയതല്ലേ, തനിയെ അറിഞ്ഞു വരട്ടെ. ഞാൻ പോയി വിളിക്കാം. ഞാൻ വിളിച്ച വരും ബാമേച്ചി. ചെന്ന് വിളിക്കുന്നതിനൊക്കെ നല്ലത് നമുക്ക് ഒരു കത്തോടെ എഴുതാം. പ്രിയപ്പെട്ട ഭാമേച്ചിക്ക്, എനിക്ക് എന്റെ ജീവിതത്തെ പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ എഴുതണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരൊറ്റ അലക്ക് വെച്ചെന്നുണ്ടല്ലോ കത്തെഴുത്തുകാരി. നീയെ വേണിയും കൂട്ടി പോയിട്ട് വരിക. അവളുടെ പിണക്കം മാറട്ടെ ആദ്യം. വേണ്ട, ന്യൂസ് ഇപ്പൊ അവൾ അറിഞ്ഞിട്ടുണ്ടാവും. ലക്ഷ്മണൻ അങ്ങോട്ടല്ലേ പോയിരിക്കണത്. അല്ല മഹി, ഈ കിച്ചാമണിയെ നമുക്കൊന്ന് കാണണ്ടേ, ഇവളുടെ ശ്രീകൃഷ്ണനെ? പിന്നെ കാണണ്ടേ. അതിപ്പോ ഇങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, നീ ഒന്ന് അവിടം വരെ പോയി കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാ. അഡ്രസ് ഉണ്ടല്ലോ കുട്ടിയുടെ കയ്യില്. പോവാ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ മഹേട്ടാ, PPB MBB ആയിണ്ട് കേട്ടോ. എന്ത്? പിണങ്ങി പോയ ബാമേച്ചി മടങ്ങി വന്ന ബാമേച്ചി ആയിണ്ടെന്ന്.
നിക്ക് അകത്തോട്ട് കയറാൻ വരട്ടെ. ഇനി ഇവളെവിടെ കയറ്റണോ വേണ്ടോ നമുക്കൊന്നും തീരുമാനിക്കണ്ടടാ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾക്ക് എന്താ ഒരു വില? കിലോ 12 രൂപ. നീ പോടാ. പണ്ട് ലങ്കയിൽ നിന്ന് സീത തിരിച്ചു വന്നപ്പോ ശ്രീരാമൻ എന്താ ചെയ്ത്? നേരിട്ട് വിളിച്ച് പരക്കാത്തേക്ക് കയറ്റിയായിരുന്നു. അതൊക്കെ പോട്ടെ, ദുഷ്യന്തൻ എന്താ ചെയ്തേ? ദുഷ്യന്തൻ എന്താ ചെയ്ത്? ദുഷ്യന്തൻ എന്താ ചെയ്തെന്ന് എനിക്കറിയുന്നു. ഞാൻ അതോടെ മുഴുവൻ വിളിച്ചു പറഞ്ഞല്ലേ. ഇറങ്ങിക്കടി. നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഇവൾക്ക് നമുക്കൊരു ശിക്ഷ കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ മുത്തച്ഛ? തീർച്ചയായും കൊടുക്കും. എന്ത് ശിക്ഷ കൊടുക്കാം? തല മുട്ടയടിച്ച് കാശിക്ക് അയക്കണം. എന്തോ തല മുട്ടയടിച്ച് കാശിക്ക് അയക്കണം. തല മൊട്ടയടിച്ച് കാശിക്ക് കൂടെ ഒരാളില്ലേ? അങ്ങോട്ട് അയച്ചാ മതി. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ കയറി പൊടിയത്തേക്ക്. കുട്ടിക്ക് എന്നോടൊന്നും തോന്നരുത്. ഞാൻ ഇങ്ങനെയായിപ്പോയി. മഹേട്ടൻ പറയണത് ശരിയാ. പോത്താ ഞാൻ. അടിച്ചപ്പോ നൊന്തോ? സാരല്ലേ ചേച്ചി, എന്റെ ഭാഗത്തുണ്ടല്ലോ തെറ്റ്. നീ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. നല്ല കുട്ടിയായില്ല. നല്ല കുട്ടി. എന്തൊരു സ്നേഹം. ചക്കരയും പീരയും പോലെ അല്ലേ മോനെ? അല്ല മഹേട്ടാ, ദമയന്തിയും ചമ്മന്തിയും പോലെയുണ്ട്. ഇതിലിപ്പോ കളിയാക്കാനൊന്നുമില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാ അല്ലേ വേണി? ആ പിന്നല്ലാതെ. ഉവ്വേ. ഉം.